ഹലോ, ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ. പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കളയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് പ്രഷർ കുക്കറിൽ വെച്ച് ചോറ് വെക്കാനും വെച്ചു, മുട്ട പുഴുങ്ങാനിട്ടു. അതിനുശേഷം ചായക്ക് വെള്ളവും പാലും വെച്ചു. അതിനുശേഷമാണ് ഇന്നത്തെ പ്രധാന ഐറ്റം സേമിയ ഉപ്പുമാവ്. ഉപ്പുമാവിന്റെ കൂടെ ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം ചമ്മന്തി ആട്ടോ. അതുകൊണ്ട് ചമ്മന്തി ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. ചമ്മന്തി ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചമ്മന്തി തേങ്ങാ ചമ്മന്തി അല്ല കേട്ടോ. ഇത് കപ്പലണ്ടി വറുത്തെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടിയും ഇച്ചിരി ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ച്, പിന്നെ അതിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് അടിച്ച്, അതാകുമ്പോൾ കുറച്ചുകൂടി ലൂസാവും. അങ്ങനെ ഉണ്ടാക്കിയ ചമ്മന്തിയാ ഇത്. കുഞ്ഞ് എണീക്കുന്നതിന് മുന്നേ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ചമ്മന്തിയാ. ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സേമിയ ഒന്ന് തണുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് സേമിയ ഒന്ന് തണുക്കാൻ വെക്കുന്നത്. അപ്പം അത് തണുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. സാധാരണ എല്ലാവരും അവസാനമാണ് കടുക് താളിച്ച് ചേർക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റവ ഇടുന്നതിന് പകരം ഇവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് സേമിയാണ് ഇടുന്നത്. അത്ര ഉള്ളൂ കേട്ടോ വ്യത്യാസം. കൂടാതെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും മുന്തിരിയോ കശുവണ്ടി പരിപ്പോ സ്വീറ്റ് ആക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെ പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല. ചെറിയുള്ളിയും ഉപ്പും അത് മാത്രമല്ല കേട്ടോ. വെറും പ്ലെയിൻ ആയിട്ടുള്ള സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നമുക്കത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാം. അതിന്റെ കൂടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല അല്ലേ. തമിഴ്നാട്ടിലും കർണാടകയിലേക്ക് വരുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുമ്പോൾ സാധാരണ പൊങ്കല്, ഈ ഉപ്മാവ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ ചമ്മന്തി തരുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചമ്മന്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാവുള്ളൂ. വെള്ളം എടുക്കുമ്പോൾ അതിന്റെ അളവെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ 2 ഗ്ലാസ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 3 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തണുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച ഒരു ചായ കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി. കപ്പ് കണ്ട് ആരും അതിശയിക്കണ്ട. ഇവിടെ ഇങ്ങനെ പട്ടാളക്കാർ കുടിക്കുന്ന പോലെ വലിയ മഗ്ഗിൽ കുടിച്ചു കഴിഞ്ഞാല് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ചായ കുടിക്കാത്ത ഞാനും ഈ ചായന്റെ കൂടെ ചേർത്ത പിന്നെ ഇതൊരു ശീലമായി. വെള്ളത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും നമ്മുടെ സേമിയ ഉപ്മാവിന്റെ ടെക്സ്ചറും കേട്ടോ. വെള്ളം ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ അത് സ്റ്റിക്കി ആയിട്ട് പോകും. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി വിട്ടിരിക്കുന്ന ഒരു ടെക്സ്ചറിലാണ്. അതുകൊണ്ട് 2 ഗ്ലാസ് സേമിയക്ക് 3 ഗ്ലാസോളം വെള്ളം മതിയാവും. സേമിയ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഭാഗം. ഇനി അടുത്തത് ഇളയോൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ കൊടുക്കാനായിട്ട് 2-3 ദോശ ചുട്ടു വെക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ദോശ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഒരു പാട്ടൊക്കെ പാടി താളമൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെ അങ്ങ് നിൽക്കും. ഏകദേശം ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ തന്നെയാട്ടോ. ഇതിനു മുമ്പ് പലതവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനി ചുടാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു റെസിപ്പി ആട്ടോ അത്. നമ്മുടെ ഗോതമ്പ് മാവും തേങ്ങാപ്പാലും ശർക്കര നന്നായിട്ട് അരിയിച്ച് വെച്ച പാനി ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പഞ്ചസാര ഇടാറുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർക്കാം. 1-2 ഗോതമ്പ് ദോശ ഉണ്ടാക്കി പ്ലെയിൻ ആയിട്ടൊരു ഓംലേറ്റും ഉണ്ടാക്കി കേട്ടോ. ഇവിടെ ഉള്ളിയും പച്ചമുളകൊന്നും ഇടില്ല, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് ഓംലെറ്റ്. അങ്ങനെ മോക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശയും ഓംലെറ്റും. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് ഇത് രണ്ടും. അവളും ഹാപ്പി, ഞാനും ഹാപ്പി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ എന്താ കഴിക്കാറ്? ഉപ്മാവ് പ്ലെയിൻ ആയിട്ട് കഴിക്കാറുണ്ട്, ഉപ്മാവും പപ്പടവും കൂട്ടി കഴിക്കാറുണ്ട്, ചെറുപയർ കൂട്ടി കഴിക്കാറുണ്ട്, ചെറുപയർ തോരൻ, പിന്നെ ഉപ്മാവും പഴവും കൂട്ടി കഴിക്കാറുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമന്റ് ചെയ്യാം. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 6:50 ആയിട്ടുണ്ട്.
ഇനിയുണ്ട് 10 മിനിറ്റ്. പതുക്കെ മോളെ എണീപ്പിച്ച് ഇനി സ്കൂളിലേക്ക് പോകാൻ റെഡി ആവണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.